ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ദി ചാനൽ. അങ്ങനെ മച്ചവേറ്റഡായിട്ടുള്ള ഫോർമുല 1 2026 സീസൺ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ 2 ഫ്രീ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ന് രാവിലെ ഒരു ഫ്രീ പ്രാക്ടീസും പിന്നെ ആഫ്റ്റർനൂണിൽ ഒരു ക്വാളിഫയിങ് സെഷനും ഉണ്ടായിരുന്നു. അവിടെ ആഫ്റ്റർനൂൺ, അതായത് നമുക്കിവിടെ രാവിലെ 10:30 ആയിരുന്നു. അപ്പോൾ ഇന്ന് ക്വാളിഫയിങ്ങിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാക്സ് വെർസ്റ്റാപ്പൻ ക്വാളിഫയിങ് സ്റ്റാർട്ട് ചെയ്തു. Q1 സ്റ്റാർട്ട് ചെയ്ത് പുള്ളിയുടെ ഗരാജിൽ നിന്ന് വണ്ടി ഇറക്കി ഫസ്റ്റ് ടേണിൽ തന്നെ, അതായത് അത്രയും ഒരു സ്ട്രെയിറ്റ് കൂടെ വന്ന് അത്രയും സ്പീഡിൽ വന്ന് ഫസ്റ്റ് ടേൺ എടുക്കുമ്പം തന്നെ ബ്രേക്ക് ചെയ്തപ്പോഴത്തേന് റിയർ ആക്സിൽ ലോക്കായിട്ട് കാറ് സ്ലിപ്പായി സൈഡ് ബാരിയറിൽ പോയി തട്ടി ക്രാഷായി. അപ്പോൾ ക്വാളിഫയിങ് സെഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റിനിടയിൽ മാക്സ് പറഞ്ഞത് ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ട് പുള്ളിയുടെ കരിയറിൽ ആദ്യമായിട്ടാണ് പുള്ളി ഫേസ് ചെയ്യുന്നതെന്നാണ്. കാരണം ഇത്രയും സ്പെക്കായിട്ട് ബിൽഡ് ചെയ്യുന്നൊരു കാറ് ഒരു റിയർ ആക്സിൽ ലോക്കായിട്ട് കാറ് സ്ലിപ്പായി പോകുമെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും മാക്സ് ഔട്ടായി, ക്വാളിഫയിങ് കംപ്ലീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് മാക്സ് റേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് P20 എന്നായിരിക്കും. പിന്നെ മെഴ്സിഡസ് ഫാൻസിന് എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്പി ന്യൂസ് ആയിരിക്കും. കാരണം മെഴ്സിഡസ് എൻജിൻ നല്ലോട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ മെഴ്സിഡസ് ടീമും, മെഴ്സിഡസിൻ്റെ 2 കാറും അതുപോലെ മെക്ലയറിൻ്റെ 2 കാറും ടോപ്പ് 10 തന്നെ പൊസിഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ നാളത്തെ റേസിലേക്കുള്ള ഗ്രിഡ് പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ P1 ജോർജ് റസൽ, P2 കിമി ആൻ്റണലി, P3 ഐസക് ഹഡ്ജർ, നമ്മുടെ റെഡ് ബുള്ളിൻ്റെ പയ്യൻ. പിന്നെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ P4 ചാൾസ് ലെക്ലർക്ക്, പിന്നെ 5ഉം 6ഉം ഓസ്കർ പിയസ്ട്രിയും ലാൻഡൻ നോറിസും. പിന്നെ ഫെറാറി ഫാൻസിന് ഹാപ്പി ന്യൂസ് ഉണ്ട്. ചാൾസ് ലെക്ലർക്കും ലൂയിസ് ഹാമിൽട്ടണും ഫസ്റ്റ് 10 പൊസിഷനിൽ തന്നെ ഉണ്ട്. അതെനിക്ക് വലിയ സർപ്രൈസ് ആയിട്ടൊന്നും തോന്നിയില്ല. കാരണം ഫെറാറിയുടെ ഈ വർഷത്തെ പ്രീ സീസൺ ടെസ്റ്റിങ്ങും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊന്നും തോന്നിയായിരുന്നു എന്തെങ്കിലും സംഭവിക്കുന്നു. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓഡി റെവല്യൂട്ട് ഫോർമുല 1 ടീമാണ്. അവരുടെ പെർഫോമൻസ് എക്സെപ്ഷണലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫയിങ് സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ ബോർട്ടലിറ്റോയും ഹൾക്കൻബർഗും എന്ന് പറഞ്ഞാൽ അവരുടെ പേസ് അടിപൊളിയായിരുന്നു. എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ F1 പണ്ഡിറ്റ്സ് പറയുന്നത് അത് തന്നെ ഒരു പുതിയ ടീം ഫോർമുല 1 വരുവാണ്. അതുമാത്രമല്ല, ഈ വർഷം പുതിയ റെഗുലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. കാറിൻ്റെ പവർ യൂണിറ്റ്സിലാണെങ്കിലും ഡിസൈനിലാണെങ്കിലും മേജറായിട്ട് ചേഞ്ച് വന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ചേഞ്ച് വന്നപ്പോഴത്തേന് പുതിയൊരു ടീം വരുമ്പോഴത്തേന് അവരുടെ ആ ഒരു എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കാർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഫസ്റ്റ് കുറച്ച് വർഷങ്ങളിൽ അത്ര നന്നായിരിക്കത്തില്ല. പക്ഷേ ഓടി എക്സെപ്ഷണലാണ്. അവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ബോത്ത് കാർസ് ആർ പെർഫോമിങ് വെൽ. അതുമാത്രമല്ല, ഞാൻ പ്രഡിക്റ്റ് ചെയ്ത ടീമുകളിൽ ഭൂരിഭാഗവും ഈ ഒരു ക്വാളിഫയിങ്ങിൽ ടോപ്പ് 10 തന്നെ ഉണ്ട്. പിന്നെ വേറൊരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിഫയർ കഴിഞ്ഞിട്ട് P1 B2 മെഴ്സിഡസിൻ്റെ കാർസാണ്, ജോർജ് റസലും കിമി ആൻ്റണലി. ഈ ക്വാളിഫയർ കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ണനുണ്ടല്ലോ, തോത്തോ വോൾഫ്, അണ്ണൻ്റെ അടുത്തോട്ട് ക്യാമറ ഇങ്ങനെ പാൻ ചെയ്തു തന്നു. കുറച്ച് നേരത്തിന് അണ്ണൻ നേരെ മോണിറ്റർ നോക്കിയിരിക്കുക. അപ്പോൾ അണ്ണൻ ഇങ്ങനെ നേരെ നോക്കിയിരിക്കുക, ക്യാമറ അണ്ണൻ്റെ സൈഡിലാണ്. അതുപോലെ പെട്ട മൂവിയിൽ ബോബി സിംഗയും ടീമും കൂടെ കാറ് വന്നിരുന്നിട്ട് രജനിയെ നോക്കുമ്പോഴത്തേന് രജനി പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ലേ, ആ ഒരു സംഭവമായിരുന്നു. പുള്ളി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പുള്ളിയുടെ ആ ഒരു കോൾഡായിട്ടുള്ളൊരു സ്മൈല്. അപ്പോൾ ഈ പുള്ളിയുടെ ആ സ്മൈലിലെ ആ കള്ള ചിരിയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പ്രീ സീസൺ ടെസ്റ്റിങ്ങിലും ബാഴ്സലോണ പ്രീ സീസൺ ടെസ്റ്റിങ്ങിലും ബഹ്റൈൻ പ്രീ സീസൺ ടെസ്റ്റിങ്ങിലും ടെസ്റ്റ് കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ ട്രാക്കിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പ്രസ് മീറ്റ് വന്നിട്ട് പുള്ളി പറയുന്നത് റെഡ് ബുൾ ഈസ് ദ ബെസ്റ്റ് ടീം ഇൻ ദി ഗ്രിഡ് ദിസ് ഇയർ. പറഞ്ഞാൽ റെഡ് ബുള്ളിനെയാണ് പുള്ളി വാഴ്ത്തിക്കൊണ്ടിരുന്നത്. അണ്ണൻ്റെ സ്ഥിരം പരിപാടിയാണ്. വേറെ ഏതെങ്കിലും ടീമിനെ പുള്ളി ശ്രദ്ധ തിരിച്ചു വിട്ടിട്ട് പുള്ളി സൈഡിൽ കൂടെ കയറി വരുന്നത്. ഇങ്ങനെ ജീനിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് കള്ളൻ. അപ്പോൾ ഏതായാലും പുതിയ റെഗുലേഷനും പുതിയ ഡിസൈനും പുതിയ കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഈ ഒരു സീസൺ ഇച്ചിരൂടെ എക്സൈറ്റിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്വാളിഫയിങ്ങും പ്രീ പ്രാക്ടീസും ഒക്കെ കണ്ടിട്ട് ആ ഒരു കാറുകളുടെ പേസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഏതായാലും നാളെ റേസ് കഴിഞ്ഞിട്ട് കാണാം. ബൈ. പിന്നെ നമ്മുടെ മാക്സിൻ്റെ കാർ ആ ഒരു ആക്സിഡൻറ്റ് ലോക്കായിട്ട് സ്ലിപ്പായി പോയതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.